സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി ഓപ്പൺ ആയിട്ട് പറഞ്ഞതാ ഈ കാര്യം. ഈ പറയുന്ന പോലെ ഈ ഇങ്ങനെ ലൈവിലിരുന്ന് കണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാന്നുള്ളത് വരെ തൊപ്പി പറഞ്ഞതാ. പക്ഷെ നമ്മള് ഈ പറയുന്ന പോലെ ലീഡർ ആയതുകൊണ്ട് ഓൻ തന്നെ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് കരുതിക്കാണ്ട് നമുക്ക് ഇതിന്റെ പൊസിഷൻ ആഗ്രഹിച്ചു കണ്ടൊന്നല്ല ഗായ്സ് നമ്മൾ നിൽക്കണത്, മനസ്സിലായോ? എനിക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഫ്രസ്ട്രേഷനും ഇത്ര എനിക്ക് എന്താ പറയാ, ഞാൻ ഇതിമേ അത്രയും സ്ട്രെസ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ വൈഫിൻ്റെ കോള് പോലും എടുക്കാതെ അത്രയും സമയം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി സിയിൽ ഇരുന്നാണ്ട് ഞാൻ ഇത് റെഡിയാക്കാൻ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഞാൻ നടക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇതിങ്ങനെ വന്നിട്ട് പറയുമ്പോൾ നമുക്ക് നല്ലോണം ഫീൽ ആവും, നമുക്ക് നല്ലോണം കൊള്ളും. ഓക്കെ, അപ്പോൾ അല്ലാതെ ഈ പറയുന്ന പോലെ ഈ ഗ്യാങ് കൊണ്ട് മാത്രമല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആർപ്പി ചെയ്യാൻ പറ്റുക. ഈ ഗ്യാങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ്ങിൻ്റെ ഒരു കാര്യങ്ങളോ ഇതൊന്നും നോക്കാനില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്ന പോലെ ഭൂമിനായിട്ട് ആർപ്പി ചെയ്യുക, ഉസ്മാനായിട്ട് ആർപ്പി ചെയ്യുക. ഞാൻ എങ്ങനെ ആർപ്പി ചെയ്തുകൊണ്ട് നടന്നിനാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമല്ലേ. ഞാൻ അതിൻ്റെ പാസ്റ്റ് ആർപ്പിയും ഇപ്പോഴത്തെ കറൻ്റ്ലി ആർപ്പിയും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ എപ്പോഴപ്പോൾ ലൈവ് അല്ലല്ലേ, ഞാൻ എപ്പോൾ എനിക്ക് ലൈവ് വരാൻ എന്താ, എനിക്ക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആർപ്പി എനിക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാ, ഒന്നുമല്ല. ഞാൻ എന്താ പറയുക, ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും ഇൻഡയറക്ട്ലി ഹെയ്റ്റ് പോകും. ഞാൻ ഈ പറഞ്ഞതിൽ ഷെമീറിന് പോലും ഒരു ഹെയ്റ്റ് വരരുത് ചാറ്റ്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് ചില്ലായിട്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞെന്നൊരു സംഭവമാണ്. അപ്പം നവോടെ ഷെയ്ക്ക് ലൈവ് താഴത്തേക്ക്, അത് സത്യമാണ്. ഷെയ്ക്കിൻ്റെ ലൈവ് താഴത്തേക്ക് ആവാൻ റീസൺസ് പലതാണ് ബ്രോ. ഞാൻ ലൈവ് വരാത്തതിൻ്റെ ഒക്കെ റീസൺസ് ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം ഞാൻ ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പ്രോപ്പർ ആർപ്പി ഒക്കെ നോക്കാം. ഗ്യാങ് തൽക്കാലം വേറെ ആരെങ്കിലും നോക്കട്ടെ എന്നാണ് ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കണത്. മാലിക്കിനും മാരിനോടൊക്കെ ഞാൻ അതാ പറഞ്ഞത്, തൽക്കാലം വേറെ ആരെങ്കിലും നോക്കട്ടെ. ഇതൊക്കെ പാടെന്താ അറിയോ, പുതിയ റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ എത്ര മണിക്കാടാ മേക്കെ നമ്മൾ ആ പുതിയ റിക്രൂട്ട്മെന്റ് നോക്കിയത്? എത്ര മണിക്കാ? ആരെങ്കിലും ഒരാൾ വേറെ, ഞാനും നീയും രാജുഭായിയും അല്ലാതെ വേറെ ആരെങ്കിലും ആ സമയത്ത് വന്നോ? ആ, ആരും വരൂല, ആർക്കും നോക്കേണ്ടതുമില്ല. അപ്പൊ ആരും ഇതൊന്നും അറിയണമില്ല, മനസ്സിലായോ? ബേഡ വല്ല ശരിക്കും ലീവ് ആക്കുന്നോ? എല്ലടാ, നമുക്ക് വാച്ചിങ്ങും പിന്നെ അതേപോലെ ഇൻകം ഏർണിങ്സും നോക്കിക്കാണ്ടാ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എത്രങ്ങാനും ആർ പി എസ് ചെയ്യാം ബ്രോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര നല്ല ആർ പി എസ് ചെയ്യാം, മനസ്സിലായോ? എന്നിട്ട് പിന്നെ റെസ്പെക്ട് ലീഡറിനെ റെസ്പെക്ട് ചെയ്തില്ല, ലീഡറെ ഇതാക്കുന്നില്ല, ലീഡറിനേക്കാൾ വലിയ മെയിൻ ആണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കൊള്ളും എത്രയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും. കാരണം നമ്മളിത് ഇങ്ങനെ നോക്കി നടത്തിയിട്ട് ഇപ്പം മാക്ക് ആണെങ്കിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിഞ്ഞാന്ന് ഇതേമാതിരി സ്റ്റോറി ഇട്ട് ലീവ് ചെയ്ത് പോയാലോ മയിര് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അത്രയും നല്ലതാണെന്ന് കരുതി. കാരണം ഇതിൽ ഓപ്പൺ ആയിട്ട് പറയാലോ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയാദ് എഫേർട്ട് ഇട്ട് നിയാദിൻ്റെ ഗ്യാങ് ആണ് ഇത്, നമ്മൾ ആരും ഗ്യാങ് അല്ല, നിയാദിൻ്റെ MRG ആണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓൻ്റെ ഫൈനൽ വേർഡ്, ഓനാണ് ഇതിൽ ഫൈനൽ. നമുക്ക് ഓൻ്റെ കാര്യം കേൾക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇതിൽ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും. അത് ഓൻ ലീഡർ പൊസിഷൻ ഷമീറിന് കൊടുത്താലും അത് എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും കറൻ്റ്ലി ഓന് തീരുമാനം എടുക്കാനുള്ള ഓൻ്റെ ഗ്യാങ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇത് പോയിക്കൊണ്ട് നിൽക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഓനിപ്പം ഓൻ്റെ ബാഡ് ടൈംസും ഓൻ്റെ കാര്യം ഓൻ്റെതായ കുറച്ച് തിരക്കുകളും ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഓനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ അത് നോക്കണോലും ഒരു ഊമ്പന്മാരാവണ സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പം അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്നതിൽ ഭയങ്കര ഷോക്കുണ്ട്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇതിലുള്ള 3 മെമ്പേഴ്സിന് നെക്സ്റ്റ് വീക്ക് തൊപ്പി ഒക്കെ കൂടിയിട്ട് ഇവിടുന്ന് നമ്മൾ ഇതുവരെ എല്ലാ മെമ്പേഴ്സിനും ഈ പറയുന്ന പോലെ ഗ്യാങ് ഓഡിയൻസൊക്കെ സൂപ്പർ ചാറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതൊക്കെ കുറേ പൈസ കിട്ടിയതും ബാക്കി പിന്നെ തൊപ്പി കുറച്ച് ഹെൽപ്പ് ചെയ്തുകൊണ്ടൊക്കെ 3 PC 50-60 അല്ലേ മേക്കെ? 50-60 9800X 3D അല്ലേ പറഞ്ഞത്? ആ 900X അഥവാ ഒരു 1.80 1.75 1.75 എന്തോ ലാസ്റ്റ് ചെയ്തരാന്ന് പറഞ്ഞാൽ ആ PC 1.25 ലക്ഷം റുപ്യൻ്റെ 3 PC ആണ് നമ്മളെ ഗ്യാങ്ങിന് വരാൻ പോണത്. ഇതൊന്നും ആരും എഫേർട്ട് ഇട്ടിട്ടല്ല, മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ തന്നെ പിന്നാലെ നടന്ന് നമ്മളെ മെമ്പേഴ്സിന് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഇപ്പം കറൻ്റ്ലി 3 ആൾക്കാരെ കൺസിഡർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യാന്നുള്ളത് ബാക്കിയുള്ള മെമ്പേഴ്സിനോടും പറഞ്ഞ്. കഴിഞ്ഞ 10 ദിവസം ലൈവ് ചെയ്യാഞ്ഞത് എനിക്ക് PC ഇല്ലാത്തോണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഇരുന്ന് എനിക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു PC എടുക്കാൻ പറ്റാഞ്ഞിട്ടാണോ?
നമ്മൾ അപ്പോഴും എപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം. നമ്മൾ ഇതിന്റെ നമ്മളെ ഗ്യാങ്ങിന് പ്രയോറിറ്റി കൊടുത്തിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ എല്ലാവർക്കും, എനിക്ക് എന്താ ഈ മനസ്സിലായോ? 10 ദിവസം ലൈവ് ഇടാതിരിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് പക്ഷേ എനിക്ക് ബിസി ഇല്ല. ഇതൊക്കെ എന്താ പറയാ, ലിറ്ററലി നമ്മളെ ഇങ്ങോട്ട് ഡൗൺ ആക്കും ഗൈസ്. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, ഷമീറിന്റെ ചാറ്റിലൊക്കെ പോയാണ്ട് നമ്മൾ ഓനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഓൻ ലീഡർ ആയാണ്ട് ഓനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറയണതിൽ ഓപ്പൺ ആയിട്ട് അതിൽ കുറെ കാര്യങ്ങളുണ്ടടാ. ലിറ്ററലി ഓരോന്ന് 1 by 1 എടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഷമീറിനും 8 ആയി മാറും. അതുകൊണ്ടാണ് കുറെയൊക്കെ മുണ്ടാതെ നിൽക്കുന്നത്. അങ്ങനെ മനസ്സിലായോ? അത് നമുക്ക് താല്പര്യമില്ല. പക്ഷെ ഇന്റൻഷനലി ഇങ്ങോട്ട് കുറെ പ്രാവശ്യം നമുക്ക് 8 കിട്ടിയതാണ്. അത് നമുക്ക് അറിയണതാ. മാക്കൊക്കെ ഇത് സ്റ്റോറി ഇട്ടാണ്ട് ഇറങ്ങി പോകാൻ നിന്നതാ മാക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം പോയേനെ ഉള്ള കാര്യം സത്യം പറയാം. ഞാൻ വേണമെങ്കിൽ ഞാൻ ലൈവ് വരുമ്പോ എന്റെ ചാറ്റ് അടിച്ചു തരാം. ഷെയ്ക്ക് എന്റെ അടുത്ത് അമ്മാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇടാൻ പോയി. ഞാൻ പോണു, എന്തോ ആയിക്കോട്ടെ, ഇത് ഇത്രയൊക്കെ വന്ന് ഇത്രയും പേർക്ക് ലൈഫായി, ബാക്കി അത് എങ്ങനെങ്കിലും ഒക്കെ പൊക്കോളൂ. എടാ ഇതിൽ നിൽക്കുന്ന ബാക്കി 10-35 ആൾക്കാർക്കും ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഓൽക്കുള്ള ഹോപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടാളും, മനസ്സിലായോ? അത് കൈവിട്ട് പോണ്ടാന്ന് കരുതിയിട്ടാ കുറേയൊക്കെ നമ്മളും തന്നെ ശംസും ഉണ്ടാകാൻ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യരുത്. ഇത് ഡിസപ്പോയിന്റ് ആക്കല്ല. വെറുതെ ഈ പറയണ പോലെ വന്നാണ്ട് നിങ്ങൾ അറിയാത്തതുകൊണ്ട് ചെയ്തു പോണ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിറ്ററലി ഡൗൺ ആയി പോവാണ്. നമുക്ക് ഈ ഗ്യാങ്ങിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റാതായി പോവാണ്. അപ്പം അത് നിങ്ങളെ സൈഡിൽ നിന്ന് ദയവ് ചെയ്ത് ചെയ്യല്ലേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യല്ലേ, മനസ്സിലായോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, നമ്മളത് ചെയ്തു പോയിക്കോളാം. പക്ഷെ നിങ്ങൾ ഇടങ്ങാറാക്കരുത്, അത്രേ നമുക്ക് പറയാനുള്ളൂ. ഒരു ദിവസം ഇല്ല